ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് ഡ്രോപ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് ഓൺലൈൻ വരുവാൻ കഴിഞ്ഞില്ല, മെസ്സേജിലിടുവാൻ കഴിഞ്ഞില്ല. ക്ഷമിക്കണമേ എന്ന് ദൈവനാമത്തെ ഓർപ്പിക്കുന്നു. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. എഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ, യഹോവേ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഇത് യഹെസ്കേലിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞാൽ, പ്രവാസകാലത്താണ് യഹെസ്കേൽ ഈ പുസ്തകം എഴുതുന്നത്. യഹെസ്കേൽ പ്രവാസകാലത്തിലേക്ക് പോയപ്പോൾ കേബാർ നദീതീരത്ത് ഇരിക്കുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് തന്നെ യഹെസ്കേലിന്റെ ഭാര്യ മരിച്ചു പോകുവാനും ഇടയായി. ആ കേബാർ നദീ തീരത്തിരിക്കുമ്പോൾ ബൂസിയുടെ മകനായ യഹെസ്കേൽ കണ്ട ദർശനം ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. അതായത് ഗ്ലോറിയെക്കുറിച്ച് ദൈവം യഹെസ്കേലിന് ദർശനം കൊടുക്കുവാനിടയായി. പ്രിയ സഹോദരങ്ങളെ, ആ ദൈവിക മഹത്വം കണ്ട യഹെസ്കേൽ പറയുകയാണ്. ആ യഹെസ്കേലിന് ദൈവം ചോദിക്കുകയാണ്, അതായത് യെരുശലേമില് മരിച്ചുപോയ ഇസ്രായേൽ ജനത്തിന്റെ അസ്ഥികൾ ഉണങ്ങിക്കിടക്കുകയാണ് താഴ്വരയില്. ആ താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ടാണ് ദൈവം യഹെസ്കേൽ ചോദിക്കുന്നത്, യഹെസ്കേലെ, ഈ അസ്ഥികൾ ഉണങ്ങി ബന്ധം വിട്ടുപോയി. അതിൻ്റെ കൈ ഏത് കൈയാണെന്ന് അറിയത്തില്ല, അത് കാലുകൾ, അതുപോലെ എല്ലാം അങ്ങ് ബന്ധം വിട്ട് മാറിപ്പോയി. ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ യഹെസ്കേൽ പറയാണ്, യഹോവ ദൈവമേ, നീ അറിയുന്നുണ്ട്, എനിക്കിതെന്ത് ചെയ്യുവാൻ കഴിയും? അങ്ങ് പറഞ്ഞാൽ അത് സംഭവിക്കും, അങ്ങ് ദൈവമാണല്ലോ. അതായത് യഹെസ്കേലിന്റെ വിശ്വാസത്തെക്കുറിച്ച് ദൈവം അത് അന്വേഷിക്കുകയാണ്. യഹെസ്കേലിന് എത്രത്തോളം വിശ്വാസമുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി, ഞാൻ പറയുന്നത് പോലെ നീ പ്രവചിക്കുക. കാറ്റിനോട് പ്രവചിച്ചു. അപ്പോൾ ഈ അസ്ഥി ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. അത് അത്രത്തോളം ജനത്തിന്റെ അസ്ഥികളോടെ ഉണ്ടായിരുന്ന ഒരു സൈന്യമായി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഏതെങ്കിലും അവസ്ഥയിൽ നാം ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിച്ച് നാം അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. ഒരു പാരലൈസ്ഡ് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു തളർവാദ രോഗി എന്ന് പറയുമ്പോൾ അത് തളർവാദം പിടിച്ചാൽ പിന്നെ ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിച്ചാൽ മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് അറിയാമല്ലോ, യേശു കർത്താവ് ഒരു അത്ഭുതം ചെയ്ത് ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നു, അനേകരെ സൗഖ്യമാക്കി. അതിൽ തൻ്റെ കൂട്ടുകാരുടെ വിശ്വാസ പ്രകാരം ദൈവം ഈ 4 കൂട്ടുകാർ, അതായത് എൻ്റെ ഫ്രണ്ടിന് എൻ്റെ കൂട്ടുകാരന് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 4 കൂട്ടുകാർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പക്ഷപാത രോഗി കിടന്ന ആ കിടക്കയോടുകൂടി 4 കാലിലും പിടിച്ച് ആ സഹോദരങ്ങൾ, അതായത് ആ കൂട്ടുകാർ, ഈ കിടക്കുന്ന രോഗിയുടെ കൂട്ടുകാർ കൊണ്ടുവരികയാണ് യേശുവിൻ്റെ അടുത്ത്. അവർക്കറിയാം ഈ കിടക്കുന്ന രോഗിക്ക് വിശ്വാസമില്ല, എനിക്കിനി എഴുന്നേൽക്കാൻ കഴിയുമെന്ന്. എന്നാൽ ആ കൂട്ടുകാർക്കൊരു വിശ്വാസമുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ ഈ കൂട്ടുകാരനെ ദൈവത്തിന്റെ അടുക്കൽ യേശുവിന്റെ പാദപീഠത്തിലൊന്ന് എത്തിച്ചാൽ തീർച്ചയായിട്ടും ഇവൻ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. അതുപോലെ തന്നെ അവര് വളരെ ബുദ്ധിമുട്ടി മേൽക്കൂര, യേശു ഇരുന്ന ഭവനത്തിന് പുറത്തും അകത്തും നിറയെ ആളായിരുന്നു. അപ്പോൾ ആ ദൈവത്തിന്റെ അടുത്ത്, യേശുവിന്റെ അടുത്ത് ഈ മകനെ കൊണ്ട് എത്തിക്കുവാൻ കഴിയാൻ അവരിരുന്ന മേൽക്കൂര, യേശു ഇരുന്ന ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടി താഴെ ഇറക്കി വെച്ചു. അപ്പോൾ തന്നെ യേശു ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസ പ്രകാരം പറയുകയാണ്, നിന്റെ കിടക്ക എടുത്ത് നീ നടക്കുക, നിന്റെ പാപത്തെ ഞാൻ മോചിച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല പ്രിയരെ. ആകെ നാം ആയിരിക്കുന്ന അവസ്ഥകൾ എഴുന്നേൽക്കണം. നമുക്കൊരു എഴുന്നേൽപ്പുണ്ട്. മരിച്ച അസ്ഥികൾ ഉയർത്തെഴുന്നേറ്റൊരു സൈന്യമായി നിന്നും നമുക്കിവിടെ കാണാൻ കഴിയും. 7-ാമത്തെ വാക്യം പറഞ്ഞു, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ട് ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്ന്. നാം ദൈവം പറയുന്ന വാക്ക് നാം ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും, തീർച്ചയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവം പറഞ്ഞതുപോലെ, യഹോവേ ദൈവം പറഞ്ഞതുപോലെ തന്നെ, യേശു പറഞ്ഞതുപോലെ തന്നെ ആര് പ്രവചിച്ചു? ആ യഹെസ്കേൽ പ്രവചിച്ചു. അപ്പോൾ 4 ദിക്കിൽ നിന്ന് എന്താണ് കാറ്റടിച്ച് അസ്ഥികളെ എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നീ വീണ്ടും പ്രവചിക്കുക, നീ കാറ്റിനോട് പ്രവചിക്കുക,
മനുഷ്യപുത്ര ഈ കാറ്റിനെ പ്രവചിച്ച് പറയേണ്ടത് യഹോവയെ കർത്താവ് ഇപ്രകാരം ചെന്ന് ശ്വാസമേ 4 ദിക്കിൽ നിന്നും ആമേൻ ഈ നിഹിതന്മാർ ജീവിക്കണമേ അവരുടെ ഊതുക എന്ന്. അതായത് 4 ദിക്ക് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നീ കൽപ്പിക്കുക, കാറ്റ് വന്ന് ഇവരുടെ മേൽ ഊതട്ടെ. ആമേ അതായത് നമ്മുടെ ജീവശ്വാസം നമുക്ക് തന്നത് തന്നെ കർത്താവ് തന്റെ കരത്താൽ നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോഴാണ് നമുക്ക് ജീവനുള്ളത്. ആമേ നമുക്ക് ജീവൻ വന്നത്. പ്രിയ സഹോദരങ്ങളെ, നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അനേകരി ലോകത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ നാം ജീവനോട്ടിരിക്കാൻ ദൈവത്തിന്റെ കൃപ എന്തുകൊണ്ടെന്നറിയാമോ? നാം ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ദൈവം തന്ന ജീവൻ ദൈവം വിളിക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നാം എടുക്കപ്പെടുമ്പോൾ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് ചേരണം. ആകയാൽ ഈ പ്രഭാതത്തിൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, നാം നഷ്ടപ്പെട്ടു പോയതോർത്ത് ഭാരപ്പെടാതെ നാം ആയിരിക്കുന്ന അവസ്ഥകൾ, നിങ്ങൾ രോഗത്താലാണോ ക്ഷീണത്താലാണോ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, അവരെ വിദ്യാഭ്യാസ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഭവനമില്ലായ്മ, പ്രിയ മക്കളെ, പലതരത്തിലുള്ള വിഷയത്തിലൂടെ ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ദൈവത്തിലായിരുന്നാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ വിടിവെക്കുവാൻ ശക്തനാണ്. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട ഓരോ മക്കളെ അങ്ങയുടെ പൊന്നു പാദപീഠത്തിൽ സമർപ്പിക്കുന്ന അവരായിരിക്കുന്ന അവസ്ഥകൾ, അവർ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേലെ ദൈവമേ ഈ പകൽക്കാലം അവർക്ക് അതിനൊരു വിടുതൽ കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗികളാണെങ്കിൽ സ്വർഗം അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുകരത്തിലെ മുറ്റുമായി ഈ മക്കളെ അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.